ഞാനിന്നിവിടെ വെജിറ്റബിൾ ലസാനയാണ് ഉണ്ടാക്കുന്നത്. ലസാന ഷീറ്റൊന്നും ഇല്ലാതെ, ഓവനും ഇല്ലാതെ തന്നെ ബ്രെഡാണ് നമ്മൾ ലസാന ഷീറ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ലസാനയ്ക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കാനായിട്ട് 1 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കും. ഇതിലേക്കൊരു 1/4 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർപ്പൊടി ഇട്ട് കൊടുക്കാം. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കാം. സോസ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു തക്കാളി മിക്സിയിൽ അരച്ചെടുക്കാം. തക്കാളി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തക്കാളി അരച്ചെടുത്തത് ഇട്ട്. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി അല്പം മിക്സ് ഹെർബ്സ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒരല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫാക്കുക. അങ്ങനെ നമ്മുടെ റെഡ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, കോണ്, അല്പം ബീൻസ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. മിക്സഡ് വെജിറ്റബിൾസ് എല്ലാം കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പം മിക്സ് ചേർത്ത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഇത് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് പരത്തിയെടുക്കാം. ഇതിങ്ങനെ പരത്തി എടുക്കാം. ബ്രെഡെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം. ഒരു 1/2 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു സാധാ പാത്രമാണ്. അതിനകത്ത് ഞാൻ ആദ്യം റെഡ് സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് വീതി കുറഞ്ഞ പാത്രമായിട്ട് ബ്രെഡ് ഞാൻ കട്ട് ചെയ്താണ് ഇതിൽ വെക്കുന്നത്. ബ്രെഡ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മൊസറല്ല ഇട്ട് കൊടുക്കാം. ഇനി
റെഡ് സോസ് ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റെഡ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊരു സാധാ പാത്രം എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഇനി അടച്ചു വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് വേവണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തീ ഓഫാക്കാം. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ലസാന ഷീറ്റില്ല, അതുപോലെ തന്നെ ഓവൻ ഇല്ല. അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും നമുക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.